புதுசா ஸ்டூனு எப்படி இருக்க? ஃபர்ஸ்ட் கிளாஸ் இருக்க. நான் புதுசா பண்ணிருக்கேன். வெரி குட் வெரி குட். பாலு சார் வர்றதுக்காக தான் நாங்கள் காத்துக்கிட்டு இருந்தோம். என்ன விஷயம்? நீங்க உள்ள போய் பாருங்கோ. எங்க இருக்கேன் நான் பண்ணிய நல்லா டூனு. சபாஷ் கிளைமேக்ஸ் லைட் டெஸ்ட் ஒரு டூன் இருக்கு. சொல்லுங்க. வெரி குட் வெரி இது குட். யாருக்கும் கொடுக்க மாட்டேன். அது ஃபர்ஸ்ட் கிளாஸ். சபாஷ் வண்டர்ஃபுல் வண்டர்ஃபுல். What the hell are you doing here? This is not hell, my dear son. This is heaven. Heaven അല്ല ഞാൻ പഴക. സ്വന്തം മകളുടെ ഭർത്താവിനോടൊപ്പം ഇരുന്ന് മദ്യപിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല? In our community, it is not sin. But in my house, it is a sin. Please get up. பாப்பா யார் இது? வெளியே போடா. ரீட்டா யாரோ வந்து டிஸ்டர்ப் பண்ணடா. Don't touch him. என்ன இது? விடு அவனை விடு. அப்ப யாரே விடு. என்ன விடு. நான் ஒரு தடவை சொன்னா உனக்கு தெரியாது. டேய் ரீட்டா யாரோ வந்து ബാലു എന്റെ മോൻ എപ്പോഴാ വന്നത്? ഞാൻ എപ്പോ വന്നാ നിങ്ങൾക്ക് എന്താ? Wanted you to bring for your only sister from Chennai. നീ എന്തിനാ ബാലു ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിങ്ങൾക്ക് നാണമില്ല ഈ പേക്കൂത്തിന് കൂട്ടിക്കാൻ? പാവ ആൽബർട്ട് റെയിൽവേയിൽ എഞ്ചിൻ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ദിവസവും റം കഴിച്ചില്ല. അധികമില്ല, മിനിമം 2 പെഗ്, മാക്സിമം 4 പെഗ്. ഇതാണോ നിങ്ങളുടെ നെന്മാറയിലെ മുത്തച്ഛന്റെ സംസ്കാരം? അച്ഛനും മകൻ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത്? പാവം, വളരെ കാലത്തിന് ശേഷം ആൽബർട്ട് ഡ്രിങ്ക്സ് കഴിക്കുന്നത്. மச்சான் அல்ல அலையா நம்ம படத்துக்கு எப்ப பூஜை போடலாம் சொல்லுங்க. 2 பெக் உள்ள போறதுக்குள்ள 3 டூன்ஸ் ரெடியா பண்ணியாச்சு. என்னங்க വലിച്ചെറിഞ്ഞാലും പോവില്ലെന്ന് വെച്ചാൽ? ദേ, ഞാൻ നിന്റെ അമ്മയാണ്. എന്നെ നീ വലിച്ചെറിയോ? സാധ്യല്ല. റീത്ത നിന്റെ ഓൺലി സിസ്റ്റർ ആണ്. അവളെ നീ വലിച്ചെറിയോ? സംശയം എന്താ? വലിച്ചെറിയും. ബാലു എന്തിനാ ഡ്രിങ്കിങ്ങിനെ എതിർക്കുന്നത്? ബാലു മൂക്കറ്റം കുടിച്ചുകൊണ്ട് പൊട്ടിയ മൂക്കുമായി ഈ വീട്ടിൽ കയറി വന്നതും ബാലുവിന്റെ വൈഫ് ഹേമ ബാലുവിനെ മുറിയിൽ കിടത്തിയതും ഞാൻ കണ്ടതല്ലേ. 4 വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ പോലീസ് പരാതി കൊടുക്കും. പോലീസിൽ പരാതി കൊടുത്തോളൂ, അവര് വന്ന് വിവരങ്ങൾ അന്വേഷിക്കും, വാദി പ്രതിയാവും. സ്വന്തം അമ്മയ്ക്കെതിരെ മകൻ കാട്ടുന്ന അക്രമങ്ങൾ, മകൻ ചെയ്യുന്ന അനീതികൾ ഏതെങ്കിലും നാട്ടിലെ പോലീസുകൾ പൊറുക്കുമോ? പ്ലൈന്റിഫ് വിൽ ബിക്കം ഡിഫൻഡന്റ്. വാദി പ്രതിയാകും. ശാന്തി, പളനിസ്വാമി, என்ன சார்? ഈ മദ്യക്കുപ്പികളും ഗ്ലാസുകളും കുപ്പയിൽ കൊണ്ടുപോയി എക്കടും കെട്ട് പോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ വിധി. கொஞ்சம் பேடி இருக்கு. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ
please pardon us. மன்னிச்சிருங்க மச்சான். ஆனா படம் மட்டும் ட்ராப் பண்ணிடாத. இந்த எக்ஸ்போர்ட் பிசினஸ் எல்லாம் லாய்க்கில்ல. Yes, yes. ഫിലിം പ്രൊഡക്ഷൻ താൻ സൂപ്പർ. എന്റെ ബെഡ്റൂമിൽ എനിക്ക് സമാധാനം തരില്ലേ? നിങ്ങളോട് ആരാ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞത്? No. My son's house is my own house. I am free to enter anywhere. അയ്യടാ, ഫാദർ പോലും ഫാദർ. നാണമില്ലല്ലോ തനിക്ക്. എന്റെ വേലക്കാരനാവാനുള്ള യോഗ്യത പോലും തനിക്കില്ല. மன்னிச்சிருங்க மச்சான், மன்னிச்சிருங்க. ரீதா, my dear wife, ஓடி வாங்க. உங்க அண்ணா என்ன அடிச்சிட்டுங்க. ஐயா ஐயா ஐயா. ஐயா. ரீதா. ரீதா, ஓடி வாங்க. അയ്യോ എഴുന്നേക്ക് എഴുന്നേക്ക് ശ്ശോ, എഴുന്നേക്ക് മമ്മി മമ്മി ഒന്ന് ഓടി വാ. ബാലുടൻ എന്റെ ഹസ്ബൻഡിനെ അടിച്ചു. അൻപ് താഴെ വീണു. മമ്മി മമ്മി ഒന്ന് വേഗം വാ. എഴുന്നേക്ക് മമ്മി, ഒന്ന് എഴുന്നേക്ക്. ശ്ശോ, Get up. എഴുന്നേക്കാൻ. Get up, I say. എന്താ ബാലു നീ കാണിച്ചത്? നിന്റെ ഓൺലി സിസ്റ്ററിന്റെ ഹസ്ബൻഡിനെ ഇങ്ങനെ അടിക്കാവോ? മോനെ ഒരു കാര്യം ചെയ്യേ, നിന്റെ ബ്രദറിലോയുടെ മോഹം സാധിച്ചു കൊടുക്ക്. Yes, yes. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് അൻപിനെ അതിന്റെ മ്യൂസിക് ഡയറക്ടറാക്ക്. 2-3 കോടി എന്നൊക്കെ പറയുന്നത് എന്റെ മോൻ ബാലുവിന് നിസ്സാര തുകയില്ലേ? ഔട്ട്. ഗെറ്റ് ഔട്ട്. ரீதா, இறங்கு. அண்ணன் சொன்ன Out, out, out. போ போ. ஆ. மம்மி போ Go, போ. go, go. பாப்பா போ போ. പോടാ, നീ വെളിയെ പോടാ. மச்சான் மச்சான். Hey, no. വെളിയെ പോടാ. மச்சான் என்ன மச்சான் இது? மச்சான் நீ சரியில்லை மச்சான். நீங்க ஒரு ப்ரொடியூசர் லுக்கு, பட் எனக்கு ஒரு லக் இல்ல. நான் ஒரு மியூசிக் புக்கு மச்சான். അതെ അതെ ദേ, ഒന്ന് എണീറ്റേ. ആ, കുറെ ദിവസങ്ങളായി ഞാൻ സഹിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കൂർക്കം വലിച്ചാൽ ബാക്കിയുള്ളവർ എങ്ങനെ ഉറങ്ങും? കൂർക്കം വലിക്കുന്നത് ഒരു കുറ്റമല്ല. ഏയ്, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മനസ്സ് ഏകാഗ്രമാക്കി ധ്യാനിച്ചാൽ ഉറക്കം താനേ വരും. അതൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചാൽ ഈ കൂർക്കം വലിയുടെ ശബ്ദം കുറയ്ക്കാൻ പറ്റും. സഹോദരി, ഓ, ഉണർന്നിരിക്കുമ്പോൾ പോലും ശരീരത്തെയും മനസ്സിനെയും നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാണ്. ആ സ്ഥിതിക്ക് ഉറക്കത്തിൽ എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്നത്? ശ്ശോ, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ട് ദിവസം എത്രയായെന്ന് അറിയോ? നിങ്ങൾ ഉറങ്ങാത്തത് എന്റെ കൂർക്കമ്മലി കൊണ്ടല്ല. പിന്നെന്താ? സഹോദരിയുടെ മനസ്സ് ഇപ്പോഴും ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിസ്സംഗയായി കഴിഞ്ഞാൽ ഏത് ശബ്ദഘോഷത്തിലും നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. ദൈവമേ.
എന്താണ് സഹോദരിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റണമെന്നൊരു അപേക്ഷയുണ്ട്. ഇപ്പൊ സ്വാമിനി ഉറങ്ങുന്ന മുറിക്ക് എന്താണ് കുഴപ്പം? എന്റെ കൂടെ താമസിക്കുന്ന സ്വാമിനിക്ക് ഭയങ്കര കൂർക്കം വലി. ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. സ്വാമി ഇങ്ങനെ ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല ഇത്. ആ, കൂർക്കം വലിക്കുന്ന ആളിന്റെ കാതിലും കൂർക്കം വലിയുടെ ശബ്ദം വീഴുന്നുണ്ടല്ലോ, എന്നിട്ടും അവർ ഉറങ്ങുന്നില്ലേ? ആ, അപ്പൊ സഹോദരിയുടെ ഉറക്കം കെടുത്തുന്നത് കൂർക്കം വലിയല്ല, പിന്നെന്താ? മനസ്സിലെ ചിന്തകളാണ്. ഇവിടെ താമസിക്കാൻ നിങ്ങളെ അനുവദിച്ചതുകൊണ്ടോ കാവി വസ്ത്രം ഉടുക്കാൻ തന്നതുകൊണ്ടോ നിങ്ങളെ സന്യാസിനിയായി ഞാൻ അംഗീകരിച്ചു എന്ന് കരുതരുത്. സന്യാസം സ്വീകരിക്കാനുള്ള പക്വത ഇനിയും നിങ്ങൾ നേടിയിട്ടില്ല. മനസ്സിന്റെ ചാഞ്ചല്യം ഒഴിവാക്കാൻ ശീലിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ബന്ധങ്ങളുടെ കെട്ടുകളിലേക്ക് തിരിച്ചു പോവുക. പക്ഷേ ഒരു കാര്യം, ഇത്രയും ദിവസം നിങ്ങളിവിടെ താമസിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് സ്വന്തം ഇഷ്ടത്തോടെയാണ് മടങ്ങുന്നതെന്ന് എഴുതിത്തരണം. മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് തനിയെ പോകരുത്. ബന്ധുക്കൾ ആരെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ട് പോകണം. പൊയ്ക്കോളൂ. സൂചി കടത്താൻ ഇടം കിട്ടിയാൽ ആ ദ്വാരത്തിലൂടെ ഒട്ടകത്തെ കടത്തിവിടാൻ ശ്രമിക്കുന്ന ചില മനുഷ്യരെക്കുറിച്ച് പഴഞ്ചൊല്ലുകളിൽ കേട്ടിട്ടുണ്ട്. എന്നെ പ്രസവിച്ചു എന്ന് അവകാശം പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നു കയറിയ സ്ത്രീയും അവരുടെ വൃത്തികെട്ട ഭർത്താവും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഞാൻ അവരെന്റെ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. ഞാൻ ഓഫീസിലേക്ക് വന്ന സമയത്ത് കാരുണ്യം തോന്നി ഹേമയാണ് അവരെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചത്. എന്നിട്ട് അവൾ അവളുടെ പാട്ടിനിറങ്ങി പോവുകയും ചെയ്തു. ഇപ്പൊ പ്രസവിച്ചതിന് കൂലി പ്രതീക്ഷിക്കുന്ന ആ സ്ത്രീയും അവരുടെ ആംഗ്ലോ ഇന്ത്യൻ ഭർത്താവും അവരുടെ മകളും അവരുടെ പമ്പര വിട്ടിയായ ഭർത്താവും എന്റെ തലയിൽ ഇരുന്ന് നിരങ്ങുന്നു. ഇറക്കി വിട്ടാ തിരിച്ചു കയറും. ഹേമ വീട്ടിൽ നിന്ന് പോയതോടെ അവകാശം സ്ഥാപിക്കാനുള്ള ഒരു ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. മാഡം വിശാലാക്ഷി അമ്മാൾ ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീ അവിടെ കടന്നു വരാൻ ധൈര്യം കാണിക്കുമായിരുന്നു? തീർച്ചയായും ഇല്ല. ബാലസുബ്രഹ്മണ്യത്തിന്റെ അമ്മയായി ലോകമറിയുന്നത് ശ്രീമതി വിശാലാക്ഷി അമ്മാളിനെയാണ്. അതേസമയം പെറ്റമ്മ എത്ര നീചയായാലും അവരെ തെരുവിലിറക്കി വിടുന്നതും ന്യായമല്ല. ആ സ്ത്രീ ഒറ്റയ്ക്ക് വന്നാ ശരി. ഇതങ്ങനെയല്ലല്ലോ. പരിവാര സമയത്തല്ലേ ഗൃഹപ്രവേശം നടത്തിയിരിക്കുന്നത്. എന്റെ സ്റ്റെപ്പ് ഫാദർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആംഗ്ലോ ഇന്ത്യന് സ്വന്തം കാര്യം നടന്നു കിട്ടിയാൽ മതി. അഭിമാനം എന്ന വികാരമേ അയാൾക്കില്ല. അമ്മ എൻ്റെ അപ്പായെ വിട്ടിട്ട് എന്ത് കണ്ടിട്ടാണ് ആൽഫ്രഡ് എന്ന ഈ അത്യാഗ്രഹിയുടെ പിന്നാലെ പോയതെന്ന് എത്ര ചിന്തിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മനുഷ്യന്റെ ഭാര്യയാവാൻ വേണ്ടി അവർ അന്നപൂർണ എന്നുള്ള പേര് ആലിസ് എന്ന് മാറ്റി. എൻ്റെ മുഖത്ത് നോക്കി നാഴികയ്ക്ക് 40 വട്ടം എൻ്റെ മോൻ കോടീശ്വരനല്ലേ, ഞാൻ പ്രസവിച്ച ബാലു കോടീശ്വരനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും അവരുടെ ലക്ഷ്യം ആ കോടികളുടെ ഒരു അംശമാണെന്നും എനിക്ക് ബോധ്യമായി. വളരെ സെൻസിറ്റീവായ ഒരു പ്രശ്നമാണിത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ബലം പ്രയോഗിച്ചിറക്കി വിട്ടാൽ ബാലുവിനോട് അസൂയയുള്ള ഒരു കൂട്ടം ആൾക്കാർ നാട്ടുകാരായി മാറി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും. പത്രങ്ങൾ തുടർക്കഥ തന്നെ എഴുതിയെന്നിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ പെറ്റമ്മയുടെ അവകാശം സ്ഥാപിക്കാൻ വന്ന അന്നപൂർണ എന്ന ആലീസിനെ ഒരൊറ്റ നോട്ടം കൊണ്ട് മാത്രം തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ. 3 മാസം മുതൽ ഈ പ്രായം വരെ ബാലുവിനെ വളർത്തിയ വിശാലാക്ഷി അമ്മാൾ എന്ന സ്ത്രീ. അവരുടെ മുമ്പിൽ ബാലുവിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയ അന്നപൂർണയുടെ തല കുനിയും. ഞാൻ ബാലുവിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. എങ്കിലും സത്യം പറയാതെ വയ്യല്ലോ. ബാലുവിന്റെ വേദനയും തകർച്ചയും തുടങ്ങിയത് ബാലുവിൽ നിന്ന് തന്നെയാണ്. ഈ രണ്ടമ്മമാർ തമ്മിൽ കാണുന്ന മുഹൂർത്തം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ അമ്മ എൻ്റെ മുഖം കാണാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. ആ സ്ഥിതിയൊക്കെ മാറി മിസ്സിസ് പരിമളം. ഇപ്പോൾ ഓർഡേഴ്സ് വളരെ കൂടി. റിക്വയർമെൻറ്റ്സിനനുസരിച്ച് ഗാർമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതാണ് വാസ്തവം. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും പറയാം. ഓക്കെ. ജയന്റെ ഊട്ടി യാത്ര തീരുമാനിച്ചോ? അടുത്ത തിങ്കളാഴ്ച പോവാന്ന് തോന്നുന്നു. ഊട്ടി ഏറ്റവും നല്ല സുഖവാസ സ്ഥലമല്ലേ? നീ ചിമ്മയിൽ കൂടെ ഒരു ടിക്കറ്റ് എടുക്ക. ഞാൻ കാറിലാണ് പോകുന്നത്. അതാണ് സൗകര്യം. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാൻ കാറ് വാടകയ്ക്ക് എടുക്കണം. നീ എന്തിനാ ഇങ്ങനെ ലുബ്ധ കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാ നീ ഈ പണമൊക്കെ കൂട്ടി വെക്കുന്നത്? അതേപ്പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?
ഏതായാലും ഊട്ടിയിലേക്കാണല്ലോ യാത്ര. നീ ചിമ്മയും കൂടെ കൊണ്ടുപോകണം. അമ്മയ്ക്കറിയില്ല. അവൾ കൂടെ വന്ന യാത്രയുടെ എല്ലാ സ്പിരിറ്റും നഷ്ടപ്പെടും. ഇങ്ങനെ നിന്നെക്കുറിച്ച് അവള് പറഞ്ഞാൽ നിനക്കെന്ത് തോന്നും? നമ്മൾ ഏത് തൊഴിൽ ചെയ്യുന്നതും ജീവിക്കാൻ വേണ്ടിയാണ്. ഒപ്പം മാനസികമായ സംതൃപ്തി കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഏറെ നല്ലത്. ജീവിതം മറന്നുള്ള ബിസിനസ് എന്തിനാണ് മോനെ? നീ ഇനി യാത്ര പോകുമ്പോഴെല്ലാം ചിമ്മയും കൂടെ കൊണ്ടുപോകണം. ഇറ്റ്സ് എൻ ഓർഡർ. ഓക്കെ?